ഹായ് ഗൈസ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. ഞാൻ ജനനായകനെ കുറിച്ചാണ് പറയുന്നത്. ജനനായകൻ എന്ന് പറയുന്ന വിജയുടെ ഫിലിമിനെ കുറിച്ച്. ഫിലിമിൻ്റെ കഥ പറഞ്ഞു പോകുന്ന ഇങ്ങനെ കേട്ടോ. ഒരു കുട്ടിയായിട്ട് ചുറ്റിപ്പറ്റിക്കിടക്കുന്ന ചില പ്രശ്നങ്ങൾ പിന്നീട് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നു. ആ പ്രശ്നത്തെ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ ഇടപെടുന്നതും പിന്നീട് അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക അഴിമതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കഥ. ആ കഥയിലെ പ്രധാന വേഷമാണ് ഇനി വരുന്നത് വിജയാണ്. വിജയ് 1974 ജനിച്ച് 1992 മുതൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ നെടുന്തൂണാണ്. അദ്ദേഹത്തിൻ്റെ 69ാമത്തെ ചിത്രം. ഇനി അദ്ദേഹത്തിന് ഇത്രയും ഭംഗിയോടെ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് തിയേറ്ററിൽ പോയി അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒന്നും കാണാൻ പറ്റില്ല. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമാണെന്നാണ് അദ്ദേഹം ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തിയേറ്ററിൽ പോയിട്ട് ഈ ഫിലിമിന് നെഗറ്റീവോ പോസിറ്റീവോ എന്തുണ്ടെങ്കിലും ഞാൻ എൻ്റെ റിവ്യൂയിലൂടെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് മാത്രമായിരിക്കും. കാരണം അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന ഒരു CM-ൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അദ്ദേഹം തമിഴ്നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം, എൻ്റെ ടീനേജ് മുതൽ ഏകദേശം ഇത്രത്തോളം കാലങ്ങളിൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ വിജയുടെ ഫിലിം ഇറങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. എന്നെപ്പോലെ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗില്ലി, തുപ്പാക്കി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എവർഗ്രീൻ ഫിലിമാണ്. എൻ്റെ ടീനേജ് കാലഘട്ടങ്ങളിൽ ഒരുപാട് ത്രില്ലിങ്ങും ആക്ഷനും ഒക്കെ കണ്ടു വളർന്ന ഗില്ലി ആയിക്കോട്ടെ, തുപ്പാക്കി ആയിക്കോട്ടെ, ആ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ചിത്രം എന്നൊക്കെ പറയുമ്പോൾ എവർഗ്രീനാണ്. എപ്പോൾ കണ്ടാലും മടുപ്പില്ലാത്ത കുറേ ചിത്രമാണ്. ഇനി നമുക്ക് വിജയെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റില്ല. പേഴ്സണലി ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ നാളെ തിയേറ്ററിൽ പോയിട്ട് ആ ഫിലിം കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ഈ ഫിലിം തമിഴിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ചിത്രമായി മാറണം, കളക്ഷൻ്റെ രീതിയിലും. അല്ലെങ്കിൽ കുറേ അദ്ദേഹത്തിന് വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിന് എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആലോചിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഒരു പ്രൗഡ് തോന്നുന്നൊരു ചിത്രമായി മാറണം എന്നൊക്കെ ഞാൻ ഈ ഫിലിമിനെ പറ്റി ചിന്തിക്കാറുണ്ട് കേട്ടോ. കാരണം ഇത് ഏകദേശം 100 അല്ലെങ്കിൽ ഒരു 300 400 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററിയായി മാറുമല്ലോ. അത്തരത്തിൽ അദ്ദേഹത്തിനൊരു റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഫിലിമിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത്രത്തോളം ഒരു പ്രൗഡ് കിട്ടുന്നൊരു ചിത്രമായിരിക്കണം എന്നൊക്കെ ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നാളെ ഇറങ്ങുന്ന ചിത്രം വളരെ എന്താ പറയുക, ഭംഗിയുള്ളതാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ട ഏറ്റവും നല്ലൊരു ചിത്രമായി മാറട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ ഫിലിം കാണുക. നിങ്ങളൊരു വിജയ് ഫാനാണെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഇതിൻ്റെ താഴെ ഇടണം. പിന്നെന്താ പറയുക, ഞാൻ നാളെ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണും. ഞാൻ അതിൻ്റെ സത്യസന്ധമായ റിവ്യൂയും കൂടി ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.